ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മേഘ. ആൻഡ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു മോട്ടിവേഷൻ, ഒരു ബേസ്റ്റ്, അല്ലെങ്കിൽ ഞാനിവിടെ എന്തൊക്കെയോ പറയും ആൻഡ് നിങ്ങൾക്ക് പെട്ടെന്നൊരു മോട്ടിവേഷൻ വരും, എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ പോവും, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് ദാറ്റ് ഈസ് ലൈക്ക് ഡീമോട്ടിവേറ്റിംഗ് യു, അത് ഞാൻ എടുത്ത് മാറ്റും എന്നുള്ളൊരു ഹോപ്പിൽ അല്ലേ. പക്ഷെ ഐ എം ടെല്ലിങ് യു ഗൈസ്, ഈ ഒരു വീഡിയോ വോണ്ട് ബി ദാറ്റ് ഫോർ യു. ഐ എം റിയലി സോറി. പക്ഷേ ഐ വിൽ ടെൽ യു വാട്ട് ദിസ് വീഡിയോ വിൽ ബി. കുറച്ച് കാലം മുന്നേ വരെ ഞാൻ ബിലീവ് ചെയ്തിരുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് പെട്ടെന്ന് ഒരു നേരം വരുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മോട്ടിവേഷൻ വന്നാലേ അത് ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരുന്നു ഞാനും. ബട്ട് എനിക്കുണ്ടായ കുറേ എക്സ്പീരിയൻസസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് ടേക്ക് അവേസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്കിപ്പോൾ വയസ്സ് 24 ആണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കുറേ ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടായിരുന്നു. ഈ ലയണിൻ്റെ ഒക്കെ മുഖമൊക്കെ വെച്ചിട്ട് യു ആർ അങ്ങനെ, യു ആർ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ടൈപ്പ് വീഡിയോസ്. അപ്പോൾ ഈ എക്സാമിന് മുന്നേ ഒക്കെ എനിക്കറിയുന്ന പലവരും ഈ ടൈപ്പ് വീഡിയോസ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവുന്ന കണ്ടിട്ട് ഞാനും ഇത് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ആ ഒരു മൊമെൻ്ററി ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ അല്ലാണ്ട് നെക്സ്റ്റ് ഡേ ആഫ്റ്റർ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച, ആ ഒരു സമയം വരെ ഈ മോട്ടിവേഷൻ ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. ആൻഡ് അങ്ങനെ ലാസ്റ്റ് ചെയ്യാണ്ടിരിക്കുമ്പം എനിക്കൊക്കെ ഫീൽ ചെയ്തിരുന്നത് ഞാൻ എന്തൊരു കഴിവില്ലാത്തൊരു പേഴ്സണാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഡിസിപ്ലിൻഡ് അല്ലാത്തത്, എനിക്ക് ഇതൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഞാനൊരു സെൽഫ് ഹേറ്റിൻ്റെ ഒരു ലൂപ്പിലൗട്ടാണ് പോയിട്ടിരുന്നത്. നിങ്ങളും ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം. ഇപ്പോൾ സിൻസ് സ്കൂളൊക്കെ തുറന്നിട്ടുള്ള ടൈം ആയതുകൊണ്ട് ഐ നോ ദെർ ആർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഗോയിങ് ഇൻ ടു എന്താ പറയുക എൻട്രൻസ് കോച്ചിങ്. ഇപ്പോൾ അക്കാഡമിക്സ് മാത്രമല്ല, നമ്മളൊരു അഡൾട്ട് ലൈഫിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈലിൻ്റെ വെച്ചിട്ടും നമ്മളുടെ യുനോ ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പം ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ PhD അങ്ങനെ റിസർച്ച് ചെയ്യുന്നവരാണെങ്കിൽ, യു ഓൾ വിൽ ഹാവ് തിങ്സ് that you want to do, but you're not motivated enough to do it, and you're waiting for our motivation to hit. And I'm telling you guys to stop doing that. Okay, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സീക്രട്ട് ടു മോട്ടിവേഷൻ ഇസ് ഷോയിങ് അപ്പ്. അത് കേൾക്കുമ്പം വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വേർഡാണ് ഷോയിങ് അപ്പ്. ശരിക്കും ലൈഫിൽ പല പല ടേക്ക് അവേസ് ആർ വെരി സിമ്പിൾ, ജസ്റ്റ് ലൈക്ക് ഈ ഷോയിങ് അപ്പ് എന്നുള്ള കാര്യം. നമ്മൾക്ക് തീരെ ചെയ്യണമെന്ന ആഗ്രഹമില്ലാത്ത ടൈമിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മളെ മൈൻഡിനെ, നമ്മളെ ബ്രെയിനിനെ നമ്മൾ റീവയർ ചെയ്യാണ്. നമ്മളെ ബ്രെയിൻ ഇസ് കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി ഇറ്റ്സ് ക്രേവിങ് ഫോർ ആ ഒരു സ്റ്റെബിലിറ്റി. അതിന് വേണ്ടത് എന്താ? യൂഷ്വലി ഉള്ള അതേ ഒരു റുട്ടീൻ പോവുക, അല്ലെങ്കിൽ ഒരേ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുക, അല്ലെങ്കിൽ യുനോ സ്റ്റിക്ക് ടു വാട്ട് എവർ ദാറ്റ് ഈസ് ഗിവിങ് യു ഒരു സർട്ടൻ കംഫർട്ട്. ഈ കംഫർട്ട് സോണിന് പുറത്ത് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള സക്സസ് ഉണ്ടാവുക. നമ്മളുടെ മൈൻഡിൻ്റെ ഈ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് ജീവിതത്തിൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവുന്നതോ, അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറേ ഷെയിം ചെയ്തോ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, അത് നമ്മൾ പറഞ്ഞതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം വരുന്നൊരു സംഭവമല്ല. അല്ലെങ്കിൽ സെൽഫ് ഹേറ്റ്രഡ് നിന്ന് വരുന്നൊരു സംഭവമല്ല മോട്ടിവേഷൻ. ഇറ്റ് ഈസ് സംതിങ് ദറ്റ് വി ഹാവ് ബിൻ തോട്ട്. അങ്ങനെ നമ്മളെ അപ്ബ്രിങ്ങിങ് കാരണമോ, അല്ലെങ്കിൽ നമ്മളുടെ പിയേഴ്സിൻ്റെ പ്രഷറോ, പല പല കാരണങ്ങളുണ്ട് നമ്മളെ മൈൻഡ് തന്നെ നമ്മളെ തന്നെ പുട്ട് ഡൗൺ ചെയ്യാനുള്ളൊരു വളരെ വലിയൊരു ടെൻഡൻസി ഉണ്ട്. ഇന്ന ആളെ കണ്ടില്ലേ, അല്ലെങ്കിൽ മറ്റേ ആളെ കണ്ടില്ലേ, ദേ ആർ സ്റ്റിക്കിംഗ് ടു ദ ഷെഡ്യൂൾ, വൈ കാൺട്ട് യു. ഇവിടെയൊക്കെ നമ്മൾ ഫൊഗെറ്റ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഓരോ കാര്യങ്ങൾക്ക് സെയിം ഗോൾ ആണെങ്കിൽ തന്നെയും ഇൻറ്റൻറ്റ് വ്യത്യാസമായിരിക്കും. ഇപ്പം 3 പേർക്ക് ഒരേ ഗോളിലേക്കാണ് എത്തേണ്ടത്. ഇപ്പം പേഴ്സൺ A, പേഴ്സൺ B ആൻഡ് പേഴ്സൺ C വിൽ ഹാവ് ഡിഫറെൻറ്റ് ഇൻറ്റൻഷൻ. അവരെന്തുകൊണ്ടാണ് ഈ ഗോള് വേണ്ടത് എന്നുള്ളത് അവർക്ക് 3 പേർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം Aന് പറഞ്ഞു കൊടുത്ത കാര്യം Bനും Cനും അപ്ലിക്കബിൾ ആയിരിക്കില്ല. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് ആർ ഗെറ്റിംഗ് ഇറ്റ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സംഭവം വേണ്ടത് എന്നുള്ളത് ആദ്യം യു സിറ്റ് ഡൗൺ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇഫ് പോസിബിൾ. നിങ്ങൾ എഴുതി വെക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. വൺസ് യു ഹവ് റിട്ടൺ ഡൗൺ വാട്ട് യു വോണ്ട്, നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് ആ ഒരു ടൈം ഫ്രെയിമിൽ അച്ചീവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ യു ആർ റിമൈൻഡിങ് യുവർ സെൽഫ് അബൌട്ട് ദാറ്റ് എവറി സിംഗിൾ ഡേ. ഇതിപ്പോൾ നിങ്ങളുടെ ഫോണിലെ നോട്ട്സിലാവാം, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എ ഡയറി, അല്ലെങ്കിൽ ദർ ആർ പീപ്പിൾ ഹൂ കീപ്
ട്രാക്കേഴ്സ്, ഓരോ മൈൽ സ്റ്റോൺസ് ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ ഫോൺ ലാബ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ വിഷൻ ബോർഡ്സ് ചെയ്യുന്ന കേൾക്കാം. ഇതൊക്കെ ചെയ്യുമ്പം ഇതൊരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ടീനേജറിൻ്റെ വാളിൽ കുറേ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതിനെ നമ്മൾ അതിനെ അങ്ങനെ ഇൻഫെൻറ്റലൈസ് ചെയ്ത് ചെറുതായി കാണുന്നത്. അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ എല്ലാ ദിവസവും എണീക്കുമ്പോൾ നമ്മളെ ഗോള് നമ്മൾ കാണുമ്പം അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമ്പം നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ദറ്റ് കംസ് ഫ്രം ഇൻസൈഡ്. അല്ലാണ്ട് നമ്മൾ എക്സ്റ്റേർണലി ഉള്ള ക്യൂസിന് നമുക്ക് കിട്ടുന്നതല്ല. ഇത് നമ്മൾ തന്നെ ഇൻറ്റൻഷനലി ഇരുന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ആണ്. ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു റൂട്ടാണ്. ഈ ഒരു സംഭവത്തിൽ നമ്മൾ എവറി സിംഗിൾ ഡേ വേക്കപ്പ് ചെയ്യുമ്പം ഇമാജിൻ ദ മോട്ടിവേഷൻ ദാറ്റ് യു വിൽ ഗെറ്റ്. ഇപ്പോൾ അല്ലാത്ത പക്ഷം എന്താണ്, നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കും, വി വിൽ ഹാവ് ഒരു നോർമൽ കംഫർട്ടബിൾ ആയിട്ടുള്ള റുട്ടീൻ ആൻഡ് വിൽ ഗോ അഹെഡ് വിത്ത് ആർ ഡേ. ആൻഡ് നമ്മൾ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആയിരിക്കും ആ ഒരു സമയത്ത്. ആൻഡ് ആ ഒരു ഫ്ലോയിൽ പല കാര്യങ്ങൾ ക്യാൻ ഡ്രാഗ് യു ഔട്ട് ഓഫ് ആ ഒരു ഫ്ലോ. ദാറ്റ് ഈസ് പല ഡിസ്ട്രാക്ഷൻസ്. മേ ബി ഇറ്റ്സ് യുവർ ഫോൺ, മേ ബി ഇറ്റ്സ് യുവർ പിയേഴ്സ്. I'm not saying you need to keep all of these away in order to be motivated. പക്ഷേ എല്ലാത്തിനും ഓരോ ബൗണ്ടറീസ് വേണം. നമ്മൾക്ക് എല്ലാവരുമായിട്ട് ഓരോ ബൗണ്ടറീസ് വേണം. ഇഫ് ദർ ഇസ് സംതിങ് ദറ്റ് യു വോണ്ട് ടു അച്ചീവ്, ഇൻറ്റൻറ്റ് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പം ദ ഫോക്കസ് ആൻഡ് യുവർ ഡിറ്റർമിനേഷൻ വിൽ ബി മച്ച് ഹയർ ദാൻ നിങ്ങൾ ആ ഒരു ഇൻറ്റൻറ്റ് ഇല്ലാണ്ട് നിങ്ങൾ ജസ്റ്റ് മോട്ടിവേഷൻ മാത്രം തേടി പോകുമ്പോൾ വെച്ചിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ശരിക്കും എൻ്റെ അടുത്തൊക്കെ അച്ഛൻ പറയായിരുന്നു എപ്പോഴും ലക്ഷ്യബോധം വേണം എന്ന്. അപ്പം ആ ഒരു സംഭവമൊക്കെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടാന്നല്ലാണ്ട് ഞാൻ അതൊന്നും ഇരുന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുപോലെ എൻ്റെ തന്നെ ലൈഫിൽ പിന്നെ പല എക്സ്പീരിയൻസസിനും പല ഫെയിലിയറിന് ശേഷമാണ് ഞാൻ മോട്ടിവേഷൻ, ഒരു സാധനം ചെയ്യാൻ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ എനിക്ക് ഇൻറ്റൻറ്റ് വേണം. ദാറ്റ് ഈസ് ലക്ഷ്യബോധം. ഒരു ഗോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അച്ചീവ് ചെയ്യാനുള്ള ഒരു ബോധം അത് വേണം. നമ്മുടെ ലൈഫിൽ ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. വളരെ ക്രിഞ്ച് ഫെസ്റ്റ് ആയിട്ടുള്ള പല സെൻറ്റൻസസ് ആയിരിക്കും നമ്മൾ പ്രോബബ്ലി ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും നമുക്ക് ചിലപ്പോൾ ടേക്ക് അവേ ആയിട്ട് കിട്ടുക. അതുകൊണ്ട് റാദർ ദാൻ ഗോയിങ് ത്രൂ ഓൾ ദാറ്റ്, ഐ വാണ്ട് സം ഓഫ് മൈ ഗേളീസ്, ഓൾ ഓഫ് യു ഗൈസ് ടു നോട്ട് ഗോ ത്രൂ ആ ഒരു യുനോ ഒരു ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ഇന്ന് എനിക്ക് മോട്ടിവേഷൻ കിട്ടി, അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയ്ക്ക് പഠിച്ചു. നെക്സ്റ്റ് ഡേ നോ, ഐ ഫീൽ ടെറബിൾ, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് ഡേ കല്യാണം വന്നു, അതിൻ്റെ അടുത്ത ദിവസം വേറെ ആരുടെയോ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഒരു ഇൻറ്റൻറ്റ് നമ്മൾ മറന്നു പോവാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് യു കീപ്പ് എ ട്രാക്ക് റെക്കോർഡ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്, ആൻഡ് നിങ്ങൾക്ക് ഇന്ന ടൈം ലൈനിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ നമ്മളെ മോട്ടിവേഷൻ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഉള്ളിൽ നിന്ന് അറിഞ്ഞ് സ്നേഹിച്ചിട്ടാണ് നമ്മൾ ആ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ജോലീനെ കാണുന്നത്. ഐ വോണ്ട് യു ഗൈസ് ടു ടേക്ക് ഇറ്റ് ഫ്രം സംബഡി ഹു ഹാസ് ഫെയിൽഡ് എ ലോട്ട് ഇൻ ലൈഫ്. ഓക്കെ, ഞാൻ ഒരിക്കലും ഭയങ്കരമായിട്ടുള്ള അക്കാഡമിക് കുറേ ലോററ്റ്സ് എല്ലാം ഉള്ള ഒരാളോ ഒന്നുമല്ല. ഐ എം എ പേഴ്സൺ ഹു ഹാവ് ഫെയിൽഡ് എ ലോട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ അതാണ്. ഐ നോ വാട്ട് നോട്ട് ടു ഡു എന്നുള്ളത്. ആൻഡ് ഐ എം ടെല്ലിങ് യു ഗൈസ് വാട്ട് നോട്ട് ടു ഡു ത്രൂ മൈ യൂട്യൂബ് വീഡിയോസ് സോ ദാറ്റ് ദ പാത്ത് ഈസ് ഈസിയർ ഫോർ പീപ്പിൾ യങ്ങർ ദൻ മീ, ഓൾഡർ ദൻ മീ, ഹു എവർ. എന്തൊരു ജേർണിയിലാണെങ്കിലും ഐ തിങ്ക് നമ്മൾ പല ഫേസസിലായിരിക്കും. പല ആൾക്കാർക്ക് പല കാര്യങ്ങൾ റിയലൈസ് ചെയ്യാം. അപ്പം ഞാൻ റിയലൈസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പം maybe it's helpful for some of you all. So that's why I made this video. ഒരിക്കലും നിങ്ങൾ സ്ട്രെസ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പാനിക് അറ്റാക്സ് തരുന്ന ഒരു കാര്യമായിരിക്കരുത് നിങ്ങൾ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പം. അത് എനിക്കിത് ഹാർഡ് വേ ആണ് മനസ്സിലായത്. എനിക്ക് ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ വാസ് ക്വൈറ്റ് ട്രോമാറ്റിക് ഫോർ മീ. ബിക്കോസ് എനിക്കതിൽ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഫൈൻഡ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് not something I was interested in. So that was it for today's video. I hope you all liked it. Do subscribe and follow along if you guys like this video, and do like and share to people who might എന്താ പറയുക ഇത് കുറച്ച് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നവർക്ക്. Yeah, so bye.